തൃശൂർ ചാലക്കുടിയിൽ കോഴി ഫാം കർഷകനോട് KSEBയുടെ പ്രതികാര നടപടിയെന്ന് പരാതി. റോഡിനോട് ചേർന്ന് പോസ്റ്റ് ഇടാത്തതിനെ തുടർന്ന് പോസ്റ്റ് ഇടാനെത്തിയ KSEB പ്രവർത്തകരെ കുന്നപ്പള്ളി സ്വദേശി പ്രേംജിത്ത് തടഞ്ഞിരുന്നു. തുടർന്ന് പ്രതികാര നടപടിയുടെ ഭാഗമായി പ്രേംജിത്തിന്റെ ഫാമിലെ വൈദ്യുതി വിച്ഛേദിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. റോഡിനരികെ പോസ്റ്റ് ഇടാത്തത് ചോദ്യം ചെയ്തതിനുള്ള പ്രതികാര നടപടിയായാണ് കോഴി ഫാമിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ശ്രമിച്ചത് എന്നാണ് പ്രേംജിത്തിന്റെ പരാതി. മുൻപ് ഫാമിലെ 1000-ലധികം കോഴികളെ തെരുവുനായ ആക്രമിച്ചു കൊന്നിരുന്നു. ഇതോടെ ചുറ്റും ഫെൻസിംഗ് ലൈൻ സ്ഥാപിച്ചാണ് ഫാമിൽ കൃഷി ചെയ്തിരുന്നത്. ഫെൻസിംഗിനായി KSEBയുടെ വൈദ്യുതി ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അധികൃതർ നോട്ടീസ് നൽകിയതോടെ ബന്ധം വിച്ഛേദിച്ചു. പിന്നീട് സോളാർ സ്ഥാപിക്കുന്നതിനുള്ള നടപടിയിലായിരുന്നു. കോഴികളുടെ സംരക്ഷണത്തിന് രാത്രികാലത്ത് ജീവനക്കാരെ പ്രദേശത്ത് താമസിപ്പിച്ചായിരുന്നു ഫാം മുന്നോട്ട് പോയിരുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം KSEB ജീവനക്കാരുമായി പോസ്റ്റിനെ ചൊല്ലി തർക്കമുണ്ടായി. ഇതിന്റെ പ്രതികാരമായി ഈ ഫാമിലെ വൈദ്യുതി ബന്ധം ജീവനക്കാർ എത്തി വിച്ഛേദിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പ്രേംജിത്ത് പറഞ്ഞു. വഴി കടന്നു വരുന്ന റോട്ടിലേക്കുള്ള എൻട്രിയിൽ അതിന് വിപരീതമായിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ആ ബൗണ്ടറിയിലേക്ക് മാറ്റിയിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അത് പറ്റില്ല, ഇവിടെ ബൗണ്ടറി ഒന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. ഇത് എവിടെ കണ്ടോ, അതൊരു ഓട്ട കണ്ടോ ആ മതിലുമ്മ, അവിടെയാണ് ഇതിൻ്റെ ബൗണ്ടറി. ഇവർ ഈ പോസ്റ്റ് ഊരുന്നതിന് സമയത്ത് എൻജിനീയറെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും പറയാനില്ല, ഇതൊന്ന് മാറ്റി അപ്പുറത്തേക്ക് ഇടുക, ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നീ ഇങ്ങനെ തടസ്സം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ജീപ്പ് നിറച്ച ആൾക്കാരും ഒരു 3 പേരും മോട്ടോർ സൈക്കിളും ഒരു 10 പേരോളത്തോളം വന്നിട്ട് മറ്റേ വയറ് കട്ട് ചെയ്യാൻ പോയി. ഒരു വൈരാഗ്യം തീർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ വൈദ്യുതി വിച്ഛേദിക്കാതെ ജീവനക്കാർ മടങ്ങി. കഴിഞ്ഞ തവണ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നപ്പോൾ രാത്രികാലങ്ങളിൽ ഫെൻസിംഗ് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നാണ് KSEBയുടെ വാദം. ഈ കോഴി ഷെഡിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ട് അതിലേക്ക് വൈദ്യുതി സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ വഴി. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞാലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും അറിയാതെ വന്ന് പിടിച്ചാൽ, മൃഗങ്ങൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിലും, പക്ഷേ അറിയാതെ ഏതെങ്കിലും മനുഷ്യർ ഇതിനകത്ത് പെട്ടാൽ അവർക്കും ജീവഹാനി ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഒരുപാട് അപകടങ്ങൾ, ഇങ്ങനെ മരണങ്ങൾ നടക്കുന്നുകൊണ്ട് വളരെ വിജിലൻ്റായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ നിന്നും. അപ്പോൾ ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം ഇത് കണ്ടെത്തിയപ്പോൾ രേഖാമൂലം ഈ പറയുന്ന കൺസ്യൂമർക്ക് KSEB നോട്ടീസ് കൊടുത്തിരുന്നു. എന്നാൽ KSEBയുടേത് പ്രതികാര നടപടിയെന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. ജനം, തൃശൂർ.